അസ്സലാമു അലൈക്കും. ദിക്റിലും പ്രാർത്ഥനയിലും പാലിക്കേണ്ട മര്യാദകൾ. താഴ്മയോടുകൂടിയും രഹസ്യമായും നിങ്ങളുടെ നാഥനോട് പ്രാർത്ഥിക്കുക. തീർച്ചയായും പരിധി ലംഘിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. ആർത്തട്ടഹസിച്ചുകൊണ്ട് നാടുനീളെ പ്രാർത്ഥന നടത്തുന്ന സമ്പ്രദായം അതിരുകവിഞ്ഞ പ്രാർത്ഥനയിൽ പെട്ടതാണെന്ന് പൂർവിക പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ കിബിലയുടെ നേരെ തിരിയുന്നതും രണ്ട് കൈകളും ഉയർത്തുന്നതും പൊതുവെ നല്ലതാണ്. എന്നാൽ ജുമുഅ ഖുതുബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചെയ്തിട്ടില്ല. ജനങ്ങൾക്കഭിമുഖമായി നിന്നുകൊണ്ട് കൈ ഉയർത്താതെയാണ് അവിടുന്ന് പ്രാർത്ഥിച്ചിരുന്നത്. മഴയെ തേടിയുള്ള പ്രത്യേക പ്രാർത്ഥനയിലും മറ്റുള്ള പ്രാർത്ഥനകളിലും പൊതുവെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് കൈകളും ഉയർത്തി പ്രാർത്ഥിച്ചതായി ധാരാളം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. സൽമാൻ റളിയല്ലാഹു അൻഹു ഹദീസിൽ ഇപ്രകാരം കാണാം: തീർച്ചയായും നിങ്ങളുടെ നാഥൻ നിത്യനായ ഔദാര്യവാനാണ്. അവനിലേക്ക് രണ്ട് കൈകളും ഉയർത്തിയാൽ അവൻ അവയെ വെറുതെ മടക്കുകയില്ല. പ്രാർത്ഥനയിൽ ധൃതി പാടില്ല. ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷ ഉണ്ടായിരിക്കണം. പ്രാർത്ഥിക്കുന്ന കാര്യം അള്ളാഹു ഇഷ്ടപ്പെടുന്നതായിരിക്കണം. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ ഹുറൈറ നിവേദനം ചെയ്തു: തെറ്റായ കാര്യത്തിനോ കുടുംബബന്ധം മുറിക്കുന്നതിനോ അല്ലാത്ത കാര്യത്തിന് ഒരു അടിമ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവന് ഉത്തരം ലഭിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ അയാൾ ധൃതി കൂട്ടാതിരിക്കണം. അപ്പോൾ ചോദിക്കപ്പെടുകയുണ്ടായി, എന്താണ് ആ ധൃതി കൂട്ടൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതിവചിച്ചു: ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കുത്തരം കിട്ടിയില്ല എന്നിങ്ങനെ ആവലാതിപ്പെട്ടിട്ട് നിരാശ പൂണ്ട് പ്രാർത്ഥന നിർത്തും. വിശ്വാസിയുടെ പ്രാർത്ഥനയ്ക്ക് മൂന്നിൽ ഒരു രൂപത്തിൽ ഉത്തരം ലഭിക്കാതിരിക്കില്ല. ചോദിച്ചത് ഉടനെ ലഭിക്കുക, അല്ലെങ്കിൽ അവനെ ബാധിക്കാനിരുന്ന ഒരു തിന്മ ഈ പ്രാർത്ഥന കാരണം തടയപ്പെടുക, അതുമല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് പരലോകത്ത് മാറ്റിവെക്കപ്പെടുക. ഏതെങ്കിലും വിധത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് തീർച്ചയാണ്. പ്രാർത്ഥന വുളൂഓടു കൂടി ആവുന്നതും പ്രാർത്ഥനയ്ക്ക് മുമ്പും ഹംദും സ്വലാത്തും ചൊല്ലുന്നതും പ്രാർത്ഥനയുടെ അദബിൽപ്പെട്ടതാണ്. നമസ്കാരാനന്തരമുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം പ്രാധാന്യമുണ്ട്. പ്രാർത്ഥിക്കുന്നത് ആത്മാർത്ഥതയോടു കൂടിയാവണം. തെറ്റുകളും കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് മേലിൽ ആവർത്തിക്കുകയില്ല എന്ന തീരുമാനത്തോടു കൂടിയാവണം. അള്ളാഹുവിൻ്റെ അത്യുന്നതമായ നാമങ്ങൾ കൊണ്ടാവണം അള്ളാഹുവെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. എന്നാൽ പ്രാർത്ഥിച്ചാലും ഉത്തരം കിട്ടാൻ ഇടയുണ്ട്. എന്നാൽ പ്രാർത്ഥനയ്ക്കുത്തരം ലഭിക്കുന്ന പല പ്രത്യേക സന്ദർഭങ്ങളും സ്ഥലങ്ങളുമുണ്ട്. പ്രാർത്ഥന അങ്ങനെയുള്ള സമയത്തായാൽ പെട്ടെന്ന് ഉത്തരം കിട്ടിയെന്നു വരാം. അതിനാൽ ആരോടെങ്കിലും ഉള്ള വെറുപ്പ് കാരണം ആർക്കെങ്കിലും എതിരായി പ്രാർത്ഥിക്കരുത്. മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിട്ടുണ്ട്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തു: നിങ്ങൾ നിങ്ങളുടെ സന്താനങ്ങൾക്കും സമ്പത്തിനും ദോഷമായി ഒരിക്കലും പ്രാർത്ഥിക്കരുത്. അള്ളാഹു അവനോട് ചോദിക്കുന്നതെല്ലാം നൽകുന്ന ചില സമയമുണ്ട്. നിങ്ങളുടെ ദോഷ പ്രാർത്ഥനയെ ആ സമയം ഒത്തുപോകരുത്. മേൽ പറഞ്ഞ അദബുകൾ പ്രധാനം തന്നെ. അവ പാലിക്കാൻ സൗകര്യം ലഭിക്കാതിരിക്കുകയാണെങ്കിൽ ദിക്റുകളും പ്രാർത്ഥനയും നിർത്തിക്കളയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതവസരത്തിലും അള്ളാഹുവിനെ സ്മരിക്കാറുണ്ടായിരുന്നുവെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നിന്നും ഇരുന്നും ചെരിഞ്ഞും കിടന്നും നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. മുസ്ലിം അവൻ്റെ ജീവിതത്തിലെ ഏത് മേഖലയിലായാലും അതിൽ അള്ളാഹുവിനെ സ്മരിക്കണം. അവനോട് അകമഴിഞ്ഞു പ്രാർത്ഥിക്കണം. വളരെ കൂലി ലഭിക്കുന്നതും അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കാൻ കാരണമാകുന്നതുമായ പ്രധാനപ്പെട്ട ദിക്റുകളും പ്രാർത്ഥനകളുമാണ് ഈ ചെറുഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇസ്ലാമിലെ അടിസ്ഥാന ആരാധന കർമ്മങ്ങളിലെ സർവാംഗീകമായ ദിക്റുകളും ദുആകളും ഉൾപ്പെടെ എൻ്റെ പഠനത്തിലും ഗ്രാഹിക മിക്ക പ്രാർത്ഥനകളിലും ഇതിൽ ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടുണ്ട്. ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വ ഇലൈഹിൻ നുശൂർ. നാം മരിച്ചതിനു ശേഷം നമ്മെ ജീവിപ്പിച്ച അള്ളാഹുവിന് എല്ലാ സ്തുതിയും. ഉറക്കിൽ നിന്ന് ഇടയ്ക്ക് ഉണർന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അൽഹംദുലില്ലാഹി വസുബ്ഹാനല്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഏകനായ അള്ളാഹു അല്ലാതെ വേറെ ഇലാഹില്ല. അവന് കൂട്ടുകാരുമില്ല. അധികാരവും സ്തുതിയും അവനുള്ളതാണ്. അവൻ സർവ്വത്തിനും കഴിവുള്ളതാണ്. അള്ളാഹുവിന് സ്തുതി. അല്ലാഹു അല്ലാതെ വേറെ ഇലാഹില്ല.
അള്ളാഹു മഹാനാണ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവും ശക്തിയുമില്ല എന്ന് ചൊല്ലുകയും പിന്നെ അല്ലാഹുമ്മ ഗഫിർലി, അള്ളാഹുവെ നീ എനിക്ക് മാപ്പ് ചെയ്യണമേ എന്നോ മറ്റോ പ്രാർത്ഥിക്കുകയും ചെയ്താൽ അത് സ്വീകരിക്കപ്പെടുന്നതാണ്. അഥവാ വുളൂ ചെയ്ത് നമസ്കരിച്ചാൽ ആ നമസ്കാരം സ്വീകരിക്കപ്പെടുന്നതാണ്. അൽഹംദുലില്ലാഹില്ലദി കസാനി മാ ഉവാരി ബിഹി ദഅവത് ഔറത്തി ബിഹി ഫി ഹയാത്തി. എൻ്റെ നഗ്നത മറയ്ക്കാനും എൻ്റെ ജീവിതത്തിൽ എനിക്ക് സൗന്ദര്യം ചാർത്താനും ഉതകുന്ന വസ്ത്രം എന്നെ അണിയിച്ച അള്ളാഹുവിന് സ്തുതി എന്ന് ചൊല്ലി ധരിക്കുകയും പഴയത് ധർമ്മം ചെയ്യുകയും ചെയ്താൽ അവൻ തൻ്റെ ജീവിതകാലത്തും മരണശേഷവും അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലും അള്ളാഹുവിൻ്റെ മാർഗത്തിലുമായി തീരുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുൾ ചെയ്തതായി പറഞ്ഞിട്ടുണ്ട്. വസ്ത്രം, പാദരക്ഷ മുതലായവ ധരിക്കുന്നതും പല്ല് തേക്കൽ, നഖം മുറിക്കൽ, വുളൂ, കുളി, ഭക്ഷണപാനീയങ്ങൾ ഉപയോഗിക്കൽ, പരസ്പരം കൈ കൊടുക്കൽ, വല്ലതും കൊടുക്കുന്നതുമെല്ലാം വലതുവശം കൊണ്ടാവുന്നതാണ് സുന്നത്ത്. ആയിഷ റളിയല്ലാഹു അൻഹു ഹദീസിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്: കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഅ്ജിബുഹു തയമ്മും ഫീ ശഅനിഹി കുല്ലിഹി ഫീ ത്വഹൂരിഹി വതറജുലിഹി. അള്ളാഹുവിൻ്റെ ദൂതന് എല്ലാ കാര്യത്തിലും വലതുഭാഗം കൊണ്ട് തുടങ്ങൽ സന്തോഷമായിരുന്നു, ശുദ്ധീകരണത്തിലും മുടി വാരുന്നതിലും. എന്നാൽ മലമൂത്ര വിസർജനത്തിന് പ്രവേശിക്കുന്നതിലും വൃത്തിയാക്കുന്നതിലും മറ്റും ഇടതുവശമാണ് മുന്തിക്കാറ്. വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാഹി എന്ന് ചൊല്ലുന്നതും അള്ളാഹുവിനെ സ്തുതിക്കുന്ന മറ്റ് ദിക്റുകൾ ചൊല്ലുന്നതും നല്ലതാണ്. വീട്ടിൽ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും സലാം പറയുകയും വേണം. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ മേൽ സലാം തന്നെ പറയുക. അത് അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പനയും അനുഗ്രഹീതമായ അഭിവാദ്യവുമാണ്. മകനെ, നീ നിന്റെ കുടുംബത്തിൽ പ്രവേശിക്കുമ്പോൾ അവർക്ക് സലാം പറയുക. അത് നിനക്കും നിന്റെ കുടുംബത്തിനും അനുഗ്രഹമായിരിക്കും. അള്ളാഹുവെ, ഗുണകരമായ പ്രവേശനത്തിനും ഗുണകരമായ പുറപ്പെടലിനും ഞാൻ നിന്നോട് തേടുന്നു. അള്ളാഹുവിൻ്റെ നാമത്തിൽ നാം പ്രവേശിച്ചു, അള്ളാഹുവിൻ്റെ നാമത്തിൽ തന്നെ നാം പുറപ്പെടുന്നു. നമ്മുടെ രക്ഷിതാവിൽ നിന്നും അർപ്പിക്കുന്നു.